ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജ്യമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജ്യമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര
നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ എന്തുമാത്രം പള്ളികളാണ്, എന്തുമാത്രം കുരിശുപള്ളികളാണ്. പള്ളികളുടെ എണ്ണം പെരുകുന്നുണ്ട്, കുരിശുപള്ളികളും ധാരാളം കൂടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ പാപം കുറയുവാണോ കൂടുവാണോ ചെയ്യുന്നത്? ക്രിസ്ത്യാനിക്ക് പാപം ചെയ്യാൻ ധൈര്യം കൂടുവാണോ കുറയുവാണോ ചെയ്തത്? പള്ളി കൂടിയപ്പോൾ, സഭകളുടെ എണ്ണം കൂടിയപ്പോൾ, കൂട്ടായ്മകളുടെ എണ്ണം കൂടിയപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പാപം ചെയ്യാൻ ധൈര്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ആലോചിച്ച് നോക്കി. പാപം ചെയ്യാൻ ധൈര്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? നിങ്ങളുടെയൊക്കെ ഓർമ്മയുള്ള ചെറുപ്പകാലത്തുള്ള ക്രൈസ്തവർ, നമ്മുടെ കാരണവന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ട്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വെച്ചുകൊണ്ട് നോക്കുക, അന്നത്തേക്കാൾ ഇന്ന് ക്രിസ്ത്യാനിക്ക് പാപം ചെയ്യാൻ ധൈര്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? അന്നത്തേക്കാൾ പള്ളിയുടെ എണ്ണം കൂടുക ചെയ്തത്, പക്ഷേ പാപം ചെയ്യാനുള്ള ധൈര്യം കൂടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പാപത്തിനെതിരെ ആരും പറയുന്നില്ല, പാപത്തിനെതിരെ ദേവാലയം മിണ്ടുന്നില്ല, പാപത്തിനെതിരെ കൂട്ടായ്മകൾ പറയുന്നില്ല. ഒരു നിരക്കെഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 6-9 മുതൽ വായിച്ചു നോക്കൂ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, വ്യഭിചാരം ചെയ്യുന്നവർ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഏത് പള്ളി കുഴിച്ചിട്ടാലും ശരി, അവൻ ദൈവരാജ്യത്തിൽ എഴുന്നേൽക്കില്ല. ഈ സ്വഭാവങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയെ, ആ സ്വഭാവം മാറാതെ, മരിക്കുന്നതിന് മുമ്പ് ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കാതെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം മുതൽ വായിച്ചു നോക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം മുതൽ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, സംശയരോഗം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവൻ, നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നാലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചില്ല എങ്കിൽ ഏത് പള്ളിയിലടക്കിയാലും ഈ സ്വഭാവമുള്ളവന് ആര് കൂദാശ നടത്തി അടക്കിയാലും ശരി, അവൻ ദൈവരാജ്യത്തിലുണ്ടാവില്ല, പള്ളി സെമിത്തേരിയിലുണ്ടാവും. എന്നെ അടക്കിയാലും ശരിയായി. പ്രിയപ്പെട്ടവരെ, എന്നെ അടക്കിയാലും ഞാൻ എഴുന്നേക്കില്ല. നിങ്ങളെ അടക്കിയാലും നിങ്ങൾ എഴുന്നേറ്റ് ദൈവരാജ്യത്തിലുണ്ടാവില്ല. ധൂപക്കുറ്റിയൊക്കെ വീശും. ഞാനും ധൂപക്കുറ്റി വീശുന്ന ആളായിരുന്നു. എൻ്റെ അപ്പനും പള്ളിയിലെ ശുശ്രൂഷക്കാരനായിരുന്നു. അപ്പനെ സഹായിക്കാൻ ഞാനും പള്ളിയിൽ പോകുമായിരുന്നു.
ധൂപക്കുറ്റി വീശലോട് വീശലായിരുന്നു. സെമിറ്റേരിയിലെ സകല ശവകുടീരത്തിന് ചുറ്റും ധൂപക്കുറ്റി വീശുമായിരുന്നു. ഇതിൽ എത്രയാണ് എഴുന്നേറ്റ് വരുമെന്ന് എനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ തലയ്ക്ക് ചുറ്റിയാലും എഴുന്നേറ്റ് വരില്ലായിരുന്നു. പക്ഷേ അത് വരാനുള്ള കാരണമുണ്ടായി. എങ്ങനെ? എൻ്റെ 1983 എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളെപ്പോലെ ദൈവവചനം കേൾക്കാൻ പോയിരുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു കസേരയിലിരുന്ന് ഞാനും ദൈവവചനം കേട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്നെ വിളിച്ചു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്നെ വിളിച്ചു. ഈ പാപിയായ എന്നെ, അധവനായ എന്നെ, ദുർമാർഗക്കാരനായ എന്നെ, വ്യഭിചാരം ചെയ്തിട്ടുള്ള എന്നെ, കള്ളുകുടിയനായ എന്നെ എൻ്റെ കർത്താവായ യേശു വിളിച്ചു. അവൻ്റെ വിളി കേട്ട് ഞാൻ തല ഉയർത്തി. അവൻ്റെ വിളി കേട്ട് ഞാൻ കരഞ്ഞുപോയി. അവൻ്റെ വിളി കേട്ട് ഞാൻ തലപൊക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നസറായനായ യേശു എന്നെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടപ്പോൾ എനിക്ക് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഒന്നേ പറഞ്ഞുള്ളൂ: യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 1983 എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൽ കുളിച്ചു. രക്തത്തിൽ കുളിച്ചു. ഇവിടെ ഇരിക്കുന്ന പേർപ്പെട്ടവർക്കും കുളിക്കാം, ഏത് പാപിക്കും കുളിക്കാം, ഏത് പാപം ചെയ്തവനും ഇന്ന് കുളിക്കാം. അതിനുവേണ്ടിയാണ് ഇത് ഒരുക്കിയത്, അതിനുവേണ്ടിയാണ് ഈ രംഗം ഒരുക്കിയത്. സ്നാനപ്പെടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, വെള്ളത്തിൽ കുളിക്കുന്ന സ്നാനത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. കർത്താവായ യേശുവിന്റെ രക്തത്തിൽ ഹൃദയത്തിന്റെ പാപം കഴുകിക്കളയുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, എൻ്റെ പാപത്തിന് പരിഹാരമുണ്ടോ ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? എൻ്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു, യേശുവേ, നിന്റെ രക്തം കൊണ്ട് എൻ്റെ ഹൃദയം ഒന്ന് കഴുകിത്തരാവോ എന്ന് ചോദിക്കാവോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ മാലിന്യം ഒന്ന് കഴുകിത്തരാവോ? എൻ്റെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ക്രാപ്പാണ്. എൻ്റെ ഹൃദയം നോക്കിയാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. എൻ്റെ ഹൃദയം ഒന്ന് കഴുകിത്തരാവോ? എൻ്റെ ആത്മാവിനൊന്ന് കഴുകിത്തരാവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. കർത്താവ് നിങ്ങളെ കഴുകുന്നവനാണ്. നിങ്ങളുടെ ഏത് പാപവും കഴുകുന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ കുളിക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഒന്ന് കുളിക്കാനുള്ളതായ ഒരു മനസ്സ്, കർത്താവിൻ്റെ രക്തത്തിൽ ഒന്ന് കുളിക്കാനുള്ളതായ ഒരു മനസ്സ്. ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കാനുള്ള ഒരു വെളിവാണ് അനേകർക്ക് കിട്ടേണ്ടത്. ക്രിസ്തുവിൻ്റെ രക്തവും എൻ്റെ പാപവും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോഴാണ് ഞാൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളൊക്കെ ഒലിച്ചിറങ്ങിപ്പോകുന്നത്. സ്ത്രീയെ മോഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്തു എന്ന് പറയും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പാപങ്ങൾ വന്നു കൂടിയിട്ടുണ്ട്. ഈ കാലമത്രയുമുള്ള പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ നോക്കിയാൽ നിങ്ങൾ എങ്ങനെ എഴുതും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണോ? ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം പിന്നെയും പിന്നെയും ഇറങ്ങി വരികയാണ്. നിങ്ങൾ തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സ്ക്രാപ്പായി പോകുമെന്നാണ് അപ്പോസ്തലൻ ഓർപ്പിച്ചത്. നിങ്ങൾ ക്രിസ്ത്യാനികളായി ജീവിക്കും, ദേവാലയത്തിൽ പോകും, കൂട്ടായ്മകളിൽ പോകും, ദൈവത്തിൻ്റെ വചനം പറയും, പാട്ടുപാടും, വോളണ്ടിയറായിട്ട് നിൽക്കും, എല്ലാം ചെയ്യുമെങ്കിലും പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ തിരിയേണ്ടതുപോലെ തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകില്ല, നിങ്ങൾ ദൈവരാജ്യത്തിലെത്തുകയില്ല, സ്ക്രാപ്പായിട്ട് മാറിപ്പോകുമെന്ന്. ഗൗരവമേറിയൊരു മുന്നറിയിപ്പാണത്, വളരെ ഗൗരവമായൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇന്നതെന്ന് പറയാനില്ല. കൊല്ലന് ഏതാ സ്ക്രാപ്പെന്ന് ആദ്യം പറയാൻ പറ്റൂ? ഇരുമ്പ് കഷ്ണം കൊണ്ടുവരുന്നു, അത് ചൂടാക്കുന്നു, പഴിപ്പിക്കുന്നു, അടിക്കുന്നു, മുറിക്കുന്നു, പിന്നെയും ചൂടാക്കുന്നു, വറുപ്പിക്കുന്നു. ഇന്നത് സ്ക്രാപ്പാണെന്ന് ആദ്യം പറയാൻ പറ്റില്ല. പക്ഷേ പണി കഴിയുമ്പോൾ അറിയാം കുറേ സ്ക്രാപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് തന്നെ ഈ ലോകത്തിൻ്റെ അവസാനം കർത്താവായ യേശു രണ്ടാമത് വരുമ്പോൾ അനേകരും ക്രൈസ്തവ സെമിത്തേരികളിൽ മനസ്സിലാകും കുറേ സ്ക്രാപ്പാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഞാൻ പെടുവോ, നിങ്ങൾ പെടുവോ? നമുക്ക് ആ അവസ്ഥയിലേക്ക് നാം മാറ്റിപ്പോകുമോ? നാം ആണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു രണ്ടാമത് വന്നു കഴിയുമ്പോൾ ദൈവമക്കളെ, പാട്ടുകളൊക്കെ പാടിയാൽ മാത്രം മതിയോ? നല്ല പാട്ടുകളൊക്കെ നമുക്കുണ്ട്. നീതിയിൽ വിധി ചെയ്യും
ന്യായാധിപനേ നീ ഏറ്റരുതേ വിധി, കടമോർത്തിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥാ. രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ദൈവങ്ങളെ, ഈ പാട്ടുകളൊക്കെ പാടുകയും പിന്നെയും മദ്യപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പാട്ടിന് ഗുണമുണ്ടോ? ഈ പാട്ടുകളൊക്കെ പാടുകയും പിന്നെയും വീട്ടിൽ അടിപിടിയും കോലാഹലവും നടത്തിക്കൊണ്ടിരുന്നാൽ പാട്ടിന് ഗുണമുണ്ടോ? ഈ പാട്ടുകളൊക്കെ പാടുകയും പിന്നെയും അവനവനെ ബോധിച്ച പോലെ പണത്തിന്റെ പുറകെ, അശുദ്ധിയുടെ പുറകെ, വേണ്ടാദിനത്തിന്റെ പുറകെ നടന്നുകൊണ്ടിരുന്നാൽ സഹോദര, നിന്റെ പാട്ടിന് വിലയുണ്ടോ? നിന്റെ പാട്ടിന് വിലയുണ്ടാകണമെങ്കിൽ ആദ്യം നിന്റെ പാപം നിർത്തണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാകണമെങ്കിൽ ആദ്യം നിന്റെ പാപത്തോട് യാത്ര പറയണം. നിന്റെ പാട്ടിന് വിലയുണ്ടാകണമെങ്കിൽ ആദ്യം നിന്റെ പാപത്തെ നീ ഉപേക്ഷിക്കണം. ദൈവമക്കളെ, അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ പാട്ടൊക്കെ തന്നത്. പാപം നിർത്തിയിട്ട് പാടാനാണ് ഈ പാട്ട് തന്നത്. പാപം ചെയ്തുകൊണ്ട് പാടാനല്ല, പാപത്തെ ഉപേക്ഷിച്ചിട്ട് പാടാനാണ് പാട്ട് തന്നത്. ദൈവമക്കളെ, പാപത്തെ ഏറ്റുപറഞ്ഞിട്ട് വേണം. അതുകൊണ്ട് ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ മക്കളെ? എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അനുഗ്രഹം കിട്ടാത്തത്? ശലോമോൻ പറഞ്ഞു, സഭാപ്രസംഗി 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു. അനേകർക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. ചത്ത ഈച്ച, നല്ല ഒന്നാന്തരം തൈലം, നല്ല നറുതീൻ തൈലം, പ്രിയപ്പെട്ടവരെ, നല്ല സുഗന്ധമുള്ള തൈലം. പക്ഷേ ആ തൈലത്തിനകത്ത് ഒരു ചത്ത ഈച്ച കിടക്കുന്നു. വില കൂടിയൊരു സ്പ്രേ മേടിച്ചു, പക്ഷെ ആ സ്പ്രേയുടെ അകത്തൊരു ഈച്ച, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ കൂട്ടായ്മയിൽ വരുന്നവർ നശിപ്പിക്കുന്നു, നാറ്റിച്ചു കളയുന്നു. ക്രൈസ്തവ കൂട്ടായ്മകളെ നാറ്റിക്കുന്നത് സുവിശേഷ രംഗത്തുള്ളവരാണ്, അന്യജാതിക്കാരനല്ല. സുവിശേഷത്തോടെ തീർന്നു നിൽക്കുന്നവനാണ്. അവൻ്റെ അകത്തുനിന്ന് ആത്മാവ് മാറിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭകളെ ദുഷിച്ചത് വേറെ ജാതികളാരുമല്ല. ക്രൈസ്തവനെ ചീത്തയാക്കിയത്, ക്രൈസ്തവനെ കൊണ്ട് പാപം ചെയ്യിച്ചത് വേറെ അക്രൈസ്തവരല്ല, ക്രൈസ്തവൻ തന്നെയാണ്. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. അടുത്ത വാക്യം എന്താ? അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. അല്പഭോഷത്വം നിന്റെ സകല സൽഗുണവും തകർത്തു കളയുന്നു. അരുതാത്ത ഒരു വാക്ക്, അയോഗ്യമായ ഒരു സ്പർശനം, അകാരണമായ ഒരു മോഷണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ ഒരു ശിപ്പായി ഉണ്ടായിരുന്നു, ഒരു ഓഫീസർ ബോയ്. പ്രിൻസിപ്പലിന് മാത്രമുള്ള ഒരു അറ്റൻഡറാണ്. അദ്ദേഹം പ്രിൻസിപ്പലിൻ്റെ മുറിയെ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രിൻസിപ്പലിൻ്റെ മേശയെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് കിടക്കുന്ന 25 പൈസ, 50 പൈസ, 1 രൂപ നാണയം ഒക്കെ പോക്കറ്റിലിടും. ആരും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അത് പിടിക്കപ്പെട്ടു. ഒരു ദിവസം ഈ 50 പൈസ മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് മാനക്കേടായി പോയി. അദ്ദേഹം പോയി കെട്ടി തൂങ്ങിച്ചെത്തു. ഒരു ഒന്നാന്തരം ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, ഒരല്പഭോഷത്വം, ഒരു സ്പർശനം, ഒരരുതാത്ത വാക്ക്, അല്പനേരത്തെ സുഖം, അല്പസുഖലോലുപത്വം, ഒരു സ്മോക്കിംഗ്. പ്രിയപ്പെട്ടവരെ, എത്രയോ പേര് യുവാക്കന്മാര്, യുവജനങ്ങള് നശിക്കുന്നു, നാറ്റിച്ചു കളയുന്നു, ജീവിതം നാറ്റിച്ചു കളയുന്നു. ഒറ്റ വാക്ക്, അല്പഭോഷത്വം. സ്ഥിരമായിട്ടൊന്നുമില്ല, പക്ഷെ വല്ലപ്പോഴും ഒരു സ്പോഷം. ദൈവമക്കളെ, നിങ്ങൾക്ക് വല്ലതും തിരുത്താനുണ്ടോ? ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കി. ഒരല്പഭോഷത്വം വല്ലതും വന്നിട്ടുണ്ടോ? അരുതാത്ത ഒരു വാക്കുകൊണ്ട്, ഒരു ചെറിയ തെറ്റുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവിന് കേടുവന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ദൈവരാജ്യം നഷ്ടമായിട്ടുണ്ടോ? പറയാൻ മേലാത്തൊരു വാക്ക് പറഞ്ഞുപോയി.
ഒരു കുത്തുവാക്ക് പറഞ്ഞുപോയി, ഒരു അയോഗ്യമായ സ്പർശനം വന്നുപോയി, ഒരു യോഗ്യമല്ലാത്ത ബന്ധത്തിലേർപ്പെട്ടുപോയി, ഒരല്പഭോഷത്വം, പ്രിയപ്പെട്ടവരെ, അത് നിത്യനരകം സമ്പാദിച്ചു. അനേകർക്ക് അനുഗ്രഹം മുടങ്ങിയത് അങ്ങനെയാണ്. അനേകർ സ്ക്രാപ്പായി പോയത് അങ്ങനെയാണ്. വലിയ പാപങ്ങൾ ചെയ്തിട്ടല്ല, ഒരല്പഭോഷത്വം, അരുതാത്ത ഒരു പാപത്തിൽ ഇടപെട്ടുപോയി. ദൈവമക്കളെ, ഇന്ന് തിരുത്തി കിട്ടുന്ന രാത്രിയാണ് കേട്ടോ. ഇന്ന് കർത്താവിൻ്റെ രക്തം നിങ്ങളെ കുളിപ്പിക്കുന്ന രാത്രിയാണ്. ഇന്ന് അല്പഭോഷത്വം എല്ലാം പറയാനുണ്ടോ? കർത്താവേ, എന്നും നിലനിൽക്കുന്ന ഒരു പാപത്തിലേക്ക് പോയില്ല, അനേകം പാപത്തിലേക്കൊന്നും പോയില്ല. പക്ഷേ ഏതോ ഒരു സമയത്ത് ഒരല്പഭോഷത്വം സംഭവിച്ചു. അരുതാത്ത ഒരു വാക്ക് വന്നു, ഒരു ബന്ധമുണ്ടായി. ദൈവമക്കളെ, ഒരരുതായ്മ നടന്നു, ഒരു തെറ്റ് സംഭവിച്ചു, ഒരു വാക്ക് പറഞ്ഞു, കുടുംബജീവിതം തകർന്നു പോയവർ. ഒരു വാക്ക് പറഞ്ഞു, ഭാര്യയും ഭർത്താവും പിരിഞ്ഞുപോയി. ദൈവമക്കളെ, പറയാൻ മേലാത്തൊരു വാക്ക് വന്നു, വേറെ വീട് വെച്ച് താമസം തുടങ്ങി. ഏതെല്ലാം അനർത്ഥങ്ങൾ. ഒരൊറ്റ വാക്ക്, ഒരല്പഭോഷത്വം, ദൈവമക്കളെ, സകല ജ്ഞാനമാനത്തെ തകർത്തു കളയുന്നു. എത്രയോ ഉന്നതന്മാരാണ്, ജ്ഞാനമുള്ള വ്യക്തികളാണ്, അല്പഭോഷത്വത്തിൽ അവരുടെ സകല അഭിജാത്യവും കളഞ്ഞു കുളിക്കുന്നു. ഒരല്പഭോഷത്വം. ദൈവമക്കളെ, ഒന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. വെളിച്ചമുള്ള സ്ഥലമാണ് ഇവിടെ പാപം വെളിപ്പെടുത്തുന്ന സ്ഥലമാണ്. ഇവിടെ പാപം കാണിച്ചു തരുന്ന സ്ഥലമാണ്. ഇത് പാപിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ്. പാപിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കണ്ട സ്ഥലമാണ്. അല്പഭോഷത്വം വന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, ശാശ്വത പരിഹാരം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ പാപക്ഷമയുണ്ട്, ഇവിടെ പാപമോചനമുണ്ട്, ഇവിടെ പാപത്തിൻ്റെ മേൽ ജയമുണ്ട്, ഇവിടെ പാപം കൂടാതെ ജീവിക്കാനുള്ള സമയമുണ്ട്. ഇവിടെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുന്നവനുമുണ്ട്. ഇന്ന് ക്ഷമയുടെ രാത്രിയാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് അല്പഭോഷത്വം സംഭവിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ എത്തണമെന്ന ആഗ്രഹത്തോടെ വന്ന അനേകർ എത്തുന്നില്ല, പ്രിയപ്പെട്ടവരെ. കാരണം അവർക്ക് സ്വർഗത്തിലെത്താൻ നിക്ഷേപമില്ല. സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി ഒരാൾ ഓടി വന്നു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 5 കാര്യവും പറഞ്ഞു, എണ്ണപ്പെട്ട 5 പാപം പറഞ്ഞു, 5 ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, എന്നാൽ പോയി ഒരു കാര്യം ചെയ്യ്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് എൻ്റെ പിന്നാലെ വരിക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായ ഒരു അല്പക്കാരിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. സ്വർഗത്തിൽ വിലയുള്ളവളായി തീർന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആരാണവള്? അവളുടെ പേര് രാഹാബ് എന്നാണ്. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ളത് സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും. പ്രിയപ്പെട്ടവരെ, അതാണ് അവളുടെ നിക്ഷേപം. എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടണം, എൻ്റെ മാതാപിതാക്കൾ, അവൾക്ക് ഭർത്താവെന്നില്ല. ദൈവമക്കളെ, എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വന്തക്കാര്, ആ നിക്ഷേപം നിങ്ങൾക്കുണ്ടോ? ആത്മാക്കളെ കുറിച്ചുള്ള കരുതൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളോട് ജീവിക്കുന്നവർ ദൈവരാജ്യത്തിലെത്തണമെന്ന കരുതൽ നിങ്ങൾക്കുണ്ടോ? അതാണ് നിക്ഷേപം. അവൾ വേശ്യാവൃത്തിക്കാരിയായിരുന്നെങ്കിലും അവൾ ഹൃദയത്തിൽ നിക്ഷേപമുള്ളവളായിരുന്നു. ആ നിക്ഷേപം അവളെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ചോദിച്ചു. ഞാൻ വിശ്വാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പാപം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ അപ്പനും കൂടെ സ്വർഗത്തിലുണ്ടാകണം. വിളിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ അമ്മായിമ്മ കൂടെ സ്വർഗത്തിലൊന്നുണ്ടാകണം, എൻ്റെ അമ്മായിപ്പനും സ്വർഗത്തിലുണ്ടാകണം, എൻ്റെ ഭർത്താവ് സ്വർഗത്തിലുണ്ടാകണം. അത് നിക്ഷേപമാണ് പ്രിയപ്പെട്ടവരെ. അത് ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നിക്ഷേപമാണ്. അത് മറക്കുന്നവനല്ല ദൈവം. ഒരു വിവാഹം കഴിച്ചു വിട്ട പെൺകുട്ടി വിവാഹം കഴിച്ചു വന്നു, അവളുടെ സ്വന്തം അപ്പനെയും അമ്മയ്ക്ക് ഉപകാരം ചെയ്താൽ അവൾക്ക് പ്രതിഫലമുണ്ടോ പ്രിയപ്പെട്ടവരെ? മറിച്ച് അവൾ വിവാഹം കഴിച്ചു വന്ന ഭർത്താവിൻ്റെ അപ്പനും അമ്മയ്ക്ക് ഉപകാരം ചെയ്ത് അവർ സ്വർഗത്തിലെത്തണമെന്ന് അവൾ ആഗ്രഹിച്ചാൽ അവൾക്ക് പ്രതിഫലമുണ്ട്, അവൾക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്വന്തം അപ്പനും അമ്മയും വേണ്ട എന്നല്ല പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. ആർക്കാണ് പ്രതിഫലമുള്ളത്? പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ.
കഴിച്ച ഒരാളെയും കൂടെ ഞാൻ കാണിച്ചു തരാം. സ്ക്രാപ്പായി പോകേണ്ടതായിരുന്നു, എല്ലാം കഴിഞ്ഞ് സ്ക്രാപ്പായി അവസാനിച്ച് പോകേണ്ടതായിരുന്നു. അവളുടെ പേരാണ് രൂത്ത്. രൂത്ത്, ദൈവത്തിന് സ്തോത്രം. അവള് എല്ലാം കഴിഞ്ഞപ്പോൾ സ്ക്രാപ്പായി പോയില്ല. എന്താണെന്ന് ആ രൂത്തിനെ കുറിച്ച് വായിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവൾ ചെന്നു ചേർന്നത് എങ്ങനെയുള്ള വീട്ടിലേക്കാണ് അവൾ ചെന്നത്? ഒരു വിശ്വാസ കുടുംബത്തിലേക്ക് അവൾ ചെന്നത്. പക്ഷേ അവൾക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് വലിയ ദൈവവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ചെന്നു ചേർന്ന വീടാകട്ടെ മരണം തന്നെ കാത്തിരുന്നൊരു വീടാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് അവൾ ചെന്ന് കയറിയ വീട് മരണം മരണം മരണം, അതല്ലാതെ ആ വീട്ടിൽ ഒന്നും കേൾക്കാനില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട് എന്തെല്ലാം അനർത്ഥങ്ങൾ ഒളിച്ചിരിക്കുന്ന വീടാണ്. എന്തെല്ലാം അനർത്ഥങ്ങൾ ഒളിച്ചിരിക്കുന്ന വീട്ടിലേക്കാണ് അവർ ചെന്ന് കയറുന്നത്. രൂത്ത് ചെന്ന് കയറിയത് മരണം മരണം മരണം, അതല്ലാതെ അവിടെ ഒന്നും കേൾക്കാനില്ല. സന്തോഷത്തിൻ്റെ ഒന്നും ആ വീട്ടിലില്ല, സമാധാനത്തിൻ്റെ ഒന്നും ആ വീട്ടിലില്ല. പ്രിയപ്പെട്ടവരെ, ചെന്ന് ചേർന്ന അന്ന് മുതൽ മരണമല്ലാതെ അവൾക്കൊന്നും കേൾക്കാനില്ല. അമ്മായിപ്പൻ മരിച്ചു, അവളുടെ ഭർത്താവ് മരിച്ചു, ഭർത്താവിൻ്റെ സഹോദരൻ മരിച്ചു, അങ്ങനെ മരണം തന്നെ. ദൈവമക്കളെ, ഓരോരുത്തരും വിവാഹം കഴിഞ്ഞ് ചെല്ലു ചേർന്ന വീട്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നീ ചെന്നു ചേർന്ന വീട് നിനക്കൊരു സന്തോഷവും തരാത്ത വീടായിരിക്കാം, നിനക്ക് വേദന തന്ന വീടായിരിക്കാം, നിനക്ക് ഹൃദയത്തിന് നൊമ്പരം തന്ന വീടായിരിക്കാം, നിനക്ക് നിന്റെ ഭാവി നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നിയ വീടായിരിക്കാം, ഞാൻ ഇങ്ങനെയൊരു വീട്ടിൽ എത്തിപ്പറ്റിയല്ലോ എന്ന് നിരാശ തോന്നുന്നൊരു വീടായിരിക്കാം. രൂത്തിനും ഇതുപോലെ ഒരു നിരാശ തോന്നിക്കാണും. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്തൃ സഹോദരിക്ക് അങ്ങനെ തോന്നി, അയ്യോ ഇതെന്തൊരു നരകം വീടായെന്ന് തോന്നിപ്പോയി. പക്ഷേ രൂത്തിന് അയ്യോ ഞാൻ ചെന്നു ചേർന്ന വീട് ഒരു നരകമുള്ള വീടാന്ന് അവൾക്ക് തോന്നിയില്ല. അവൾ എന്ത് ചെയ്തു എന്നറിയാവോ? 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവൾ ചെന്നു ചേർന്ന വീട് കഷ്ടപ്പാടിന്റെ വീടായിരുന്നു, മരണമുള്ള വീടായിരുന്നു, ശാപമുള്ള വീടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സകലത്തിലും നൊമ്പരം മാത്രമുള്ള വീടായിരുന്നു. എൻ്റെ പ്രിയ സഹോദര, വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്ക് കിട്ടിയ ജോലി ഒരു നരകതുല്യമായിരിക്കാം, അതൊന്നിനും പറ്റാത്തതായിരിക്കാം. നിന്റെ വീടോ നിന്റെ സാഹചര്യമോ ഒന്നിനും കൊള്ളാത്തതായിരിക്കാം. നീ തന്നെ നിന്നെത്താൻ പഴിക്കുന്നുണ്ടായിരിക്കാം. എന്തിനിങ്ങനെ ജനിച്ചു, എന്തിനീ വീട്ടിലെത്തി, എന്തിനീ വിവാഹം നടന്നു, എന്തിനീ ജോലിക്ക് ചേർന്നു? ഇതുപോലെയുള്ള 100,000 പഴികളും ദുഷികളുമായി കഴിയുന്ന എൻ്റെ സഹോദര സഹോദരിമാരെ, ആ രൂത്തിനെ നോക്കൂ. അവൾ യുവതിയാണ്, അവൾക്ക് മരണം മാത്രമുള്ള വീട്. പക്ഷേ അവൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ നശിക്കാനുള്ളതല്ല, ഞാൻ സ്ക്രാപ്പായി പോകരുത്. അവൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ തന്നെത്താൻ പഴിക്കുകയല്ല ചെയ്തത്, അവൾക്ക് സെൽഫ് പിറ്റിയല്ല വന്നത്, അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവമക്കളെ, ജീവിതത്തിലെ തിരിച്ചടികളേറ്റ്, കുടുംബജീവിതത്തിലെ തിരിച്ചടികളേറ്റ്, മാറാരോഗം കൊണ്ട്, കടബാധ്യത കൊണ്ട് എല്ലാം ജീവിതത്തിൽ തിരിച്ചടികളേറ്റ എൻ്റെ സഹോദര സഹോദരിമാരെ, എന്നെപ്പോലെ പ്രായമായ എൻ്റെ പ്രിയ പ്രാർത്ഥിക്കത്തിലുള്ള സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, തിരിച്ചടികളോട്ട് നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇതിനപ്പുറം കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മകനെ, നിനക്ക് വിശ്വാസത്തിന് വാഗ്ദത്തം തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വൃദ്ധരായിരുന്നു അബ്രാഹാമും സാറായും. ദൈവം തമ്പുരാൻ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. അബ്രാഹാം അതൊക്കെ കേട്ടു. അബ്രാഹാമിനോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന്. സാറായിലൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ കേട്ട സാറ പുറകിലിരുന്ന്, സാറായ്ക്ക് 90 വയസ്സായി, അബ്രാഹാമിന് 100 വയസ്സായി. അപ്പോൾ ദൈവം വന്ന് പറയാം, നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് കേട്ടപ്പോൾ സാറ, പാവം ദൈവമക്കളെ, സാധാരണക്കാരി പെണ്ണല്ലേ, അവർക്ക് വിവരം അറിയാമല്ലോ, ബോധമുള്ളതല്ലേ, അതുകൊണ്ട് അവൾ ഒന്ന് ചിരിച്ചു അവിടെ നിന്നുകൊണ്ട്. അപ്പോൾ ജീവനുള്ള ദൈവം ആ വീടിൻ്റെ വാതിലിൻ്റെ മറയിൽ നിന്നുകൊണ്ടാണ് സാറ ചിരിച്ചത്. ജീവനുള്ള ദൈവം ആ കതകിൻ്റെ വാതിലൊന്ന് തുറന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ദൈവം ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനത്തെ വല്ല കാര്യവും നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അകത്തേക്ക്, ആ വീടിനകത്തേക്ക് ആ ദുഃഖിച്ച് തലതാത്തിരിക്കുന്ന ആ സ്ത്രീയുടെ ഹല്ലേലൂയ. ദൈവമക്കളെ, വലിയവനായ ദൈവം, പ്രിയ കുഞ്ഞ്, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി
നിന്റെ തേക്കാത്ത വീടിൻ്റെ, ചുമരില്ലാത്ത വീടിൻ്റെ, നിന്റെ തകർന്ന ജീവിതത്തിൻ്റെ, പാപത്തിൽ മുങ്ങിപ്പോയ ജീവിതത്തിൻ്റെ, അരുതാത്ത ബന്ധത്തിലും അരുതാത്ത മദ്യപാനത്തിലുമെല്ലാം കുടുങ്ങിപ്പോയതിൻ്റെ ജീവിതത്തിൻ്റെ ആ കതക് മാറ്റിക്കൊണ്ട് ഭിന്നിച്ചുപോയി നിന്റെ കുടുംബജീവിതത്തിൻ്റെ ആ ഇളം വാതിൽ തുറന്നിട്ട്, ആ ചാരുവാതിൽ തുറന്നിട്ട് സർവശക്തനായ ക്രൂശിക്കപ്പെട്ടവനായ യേശു നിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നിന്നോട് ചോദിക്കുക, ജീവനുള്ള യേശുവിനാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറയണം, കർത്താവേ, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തതൊന്നുമില്ല, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നും എനിക്കില്ല, നിനക്ക് സൊല്യൂഷൻ തരാൻ കഴിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എനിക്ക് ഇന്നുവരെയും വന്നുപോയ എല്ലാത്തിനും സൊല്യൂഷൻ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന് കഴിയും. ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ പുസ്തകം അടച്ചു വെച്ചിട്ടൊന്ന് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്ക്രാപ്പായി പോകരുത്. രൂത്ത് സ്ക്രാപ്പായി പോയില്ല. രൂത്ത് തിരിച്ചടികളേറ്റ് തളർന്നു പോയിരുന്നു. അവളുടെ കൂടെ വിവാഹം കഴിച്ച ആ വീട്ടിൽ വന്ന ആ മറ്റേ സ്ത്രീ അറിയാമല്ലോ, ഓർപ്പ, അവൾ തളർന്നു പോയിരുന്നു. അവൾ ജീവിതത്തിലെ തിരിച്ചടികളിൽ അവൾ തകർന്നുപോയി, അവൾ പുറകോട്ട് പോയി. പക്ഷേ രൂത്ത് മുന്നോട്ട് വന്നു. ദൈവമക്കളെ, നിങ്ങൾ മുന്നോട്ട് കടന്നു വരും. തിരിച്ചടികൾ കണ്ട് തകർന്നു പോകരുത്, രോഗം കണ്ട് തകർന്നു പോകരുത്, പട്ടിണി കണ്ട് തകർന്നു പോകരുത്, സ്നേഹക്കുറവ് കണ്ട് തകർന്നു പോകരുത്, ആരും മാനിക്കുന്നില്ല എന്നുകൊണ്ട് തകർന്നു പോകരുത്. ദൈവമക്കളെ, ഇതുവരെ ഒന്നും നടന്നില്ല എന്നുകൊണ്ട് തകർന്നു പോകരുത്. ഇതാ സാറായും തകർന്ന് പോരുകയായിരുന്നു. താഴത്തേക്ക് പോരുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, താഴത്തേക്ക് താണു പോകുന്ന ആ സാറായെ കണ്ടുകൊണ്ട് സൃഷ്ടാവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഒന്നും മിണ്ടാതിരുന്നാൽ സാറ താന്നു പോകുമെന്നറിയാവുന്ന ദൈവം പെരയ്ക്കകത്തേക്ക് തലകിട്ടിട്ട് ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നിനക്ക് വേണ്ടി കാൽവരിയിൽ കുരിശ് വരച്ചവനായ, ആ രക്തം ചിന്തിയവനായ, നിനക്ക് വേണ്ടി കുരിശിൽ ആണിയടിച്ചവനായ അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ കുഞ്ഞ്? നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ അവന് പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും വേദനയുണ്ടോ? എന്തെങ്കിലും സങ്കടമുണ്ടോ? എന്തെങ്കിലും ദുഃഖമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് പാടാം, നമുക്ക് അവനോട് പറയാം, കർത്താവേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലു മാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലു മാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരത്ഭുതം നടക്കാൻ പോകുന്നു. കേട്ടാൽ ആരും സമ്മതിക്കാത്തൊരു അത്ഭുതം നടക്കാൻ പോകുന്നു. മാറിപ്പോകാത്ത കല്ല്, ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വന്നപ്പോൾ മാറിപ്പോകാത്ത കല്ല് ഹൃദയത്തിൽ നിന്ന് മാറാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അതേ ഹല്ലേലൂയ. രൂത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആ മാറിപ്പോകാത്ത കല്ലങ്ങ് മാറിപ്പോയി പ്രിയപ്പെട്ടവരെ. സാറായുടെ ഹൃദയത്തിൽ നിന്ന് ആ കല്ലങ്ങ് മാറിപ്പോയി പ്രിയപ്പെട്ടവരെ. അവൾ എല്ലാ പ്രകാരത്തിലും ശക്തരായി തീർന്നു പ്രിയപ്പെട്ടവരെ. മാറിപ്പോകാത്ത കല്ല് മാറിപ്പോകട്ടെ. അരുമനാഥന്റെ രക്തത്തിന്റെ അടയാളത്താൽ, അരുമനാഥന്റെ വചനത്തിന്റെ ശക്തിയാൽ ഈ ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാത്ത കല്ല് മാറിപ്പോകട്ടെ. കാട്ടത്തികൾ പറഞ്ഞു പോകട്ടെ. അവിശുദ്ധിയുടെയും വ്യഭിചാരത്തിന്റെയും മദ്യപാനത്തിന്റെയും മോഷണത്തിന്റെയുമായ വേരുപിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ പറഞ്ഞു മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ മാറിപ്പോകട്ടെ. കുടുംബകലഹത്തിന്റെ കാട്ടത്തികൾ മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, അരുതാത്ത പാപത്തിന്റെ കാട്ടത്തികൾ പറഞ്ഞു മാറട്ടെ. യേശുവിന്റെ ജനം ആനന്ദിക്കട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദീപിലൂടെ നിങ്ങൾ കരങ്ങളെ ഉയർത്താവോ? ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാറിപ്പോകാത്ത ഒരു വലിയ കല്ലിതാ പറഞ്ഞു വരികയാണ്. ആരും പിടിച്ചു നിർത്താൻ
മാറാത്തൊരു കല്ലാണ് പറഞ്ഞു വരുന്നത്. അത് അരിമനാഥനാണ്, അത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ആ കല്ലാണ് മകനെ നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഈ വചനത്തിലൂടെ ആ കല്ല് നിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് ആ കല്ല് നിന്റെ കൃപ നിറയ്ക്കുകയാണ്. അവിടെ നിരാശ മാറുകയാണ്, ആശങ്ക മാറുകയാണ്, ആകുലം മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ല് മാറിയ ദൈവമക്കളെ ആർത്തുപാടി സ്തുതിക്കട്ടെ. കല്ലുരുണ്ട് മാറട്ടെ, കല്ല് മാറട്ടെ. ഈ കല്ലോര് മാറ്റി തരുമെന്ന് ആശങ്കയോടെ വന്നവരെ, കല്ല് മാറിയതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ആ കല്ലുരുണ്ട് മാറിപ്പോയി ദൈവത്തിലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ കല്ല് മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, കല്ല് മാറിപ്പോയി. മാറിപ്പോകാത്ത കല്ല് അവൻ്റെ വചനത്താൽ മാറിപ്പോയി. നിനക്ക് വേണ്ടി യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ, ഒരൊറ്റ കാര്യം കൈവർത്തിരിക്കുന്ന നീ ഒരു കാര്യം മാത്രം ചെയ്യുക. യേശുവേ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഹൃദയത്തിൻ്റെ മരവിപ്പങ്ങ് മാറ്റണമേ, ഹൃദയത്തിൻ്റെ വിശ്വാസം അങ്ങ് മാറ്റണമേ. കർത്താവേ, എൻ്റെ ബലഹീനത അങ്ങ് എടുത്ത് മാറ്റണമേ, എൻ്റെ ഈ പാപത്തോടുള്ള അഭിനിവേശം അങ്ങ് മാറ്റണമേ. കർത്താവെ, കാണുമ്പോൾ തന്നെ ഞാൻ വീണുപോകുന്ന ആ പാപച്ചെളിയിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റണമേ. എൻ്റെ കുടുംബത്തെ ഒന്ന് ഉയർത്തണമേ, എനിക്കൊരു അഭിവൃദ്ധി തരണമേ. സർവശക്തനിലേക്ക് ഞാൻ തിരിയുന്നു കർത്താവെ, ഞാൻ ക്രൂശിലേക്ക് തിരിയുന്നു. എനിക്കൊരു അഭിവൃദ്ധി തരണമേ. ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൊടുക്കണമേ. ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും കൃപ ഇറങ്ങണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തന്നു മാറാകണമേ.